പ്രവാസികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ഷൻ പോയിന്റായി പ്രവർത്തിക്കുന്ന പ്രവാസി ID അല്ലെങ്കിൽ നോർക്ക ID കാർഡിന് ഓൺലൈനായി ഇങ്ങനെ അപേക്ഷിക്കാം. ഈ മൾട്ടി പർപ്പസ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഓരോ NRIക്കും നോർക്ക റൂട്ട്സ് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും എപ്പോഴും ലഭ്യമാക്കാൻ സഹായകമാണ്. പ്രവാസി ID കാർഡിൽ 4 ലക്ഷം വരെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജും നേടാം. ഈ കാർഡിന് 3 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്. കേവലം 315 രൂപ അടച്ച് കേരള സർക്കാരിൽ നിന്നും 4 ലക്ഷം പ്രവാസി ഇൻഷുറൻസ് ആനുകൂല്യം നേടും. നോർക്ക റൂട്ട്സ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള പ്രവാസി വിദ്യാർത്ഥികൾ എന്നിവർക്ക് പുതിയ നിയമം അനുസരിച്ച് ഇരട്ട ഇൻഷുറൻസ് നൽകേണ്ടി വരും. അപകട മരണം ഉണ്ടായാൽ ഇൻഷുറൻസ് ഇഷ്യൂ 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ആയിരിക്കും. ഒരു വ്യക്തി വികലാംഗനാണെങ്കിൽ ഇൻഷുറൻസ് ഇഷ്യൂ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി മരിക്കുകയോ പൂർണ്ണമായോ ഭാഗികമായോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ അയാൾക്ക് ഈ ഇൻഷുറൻസ് ലഭിക്കും. ഈ ആനുകൂല്യം 2020 ഏപ്രിൽ 1 മുതൽ അനുവദിക്കുന്നുണ്ട്. ഏപ്രിൽ 1 മുതലോ അതിനു മുമ്പോ ഇതിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് 1 വർഷം അംഗത്വം പൂർത്തിയാക്കിയ ശേഷം ആനുകൂല്യങ്ങൾ നൽകും. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക റിപ്പോർട്ടുകൾ പ്രകാരം 28 പ്രവാസി കുടുംബങ്ങൾക്കായി 54.64 ലക്ഷം നോർക്ക വിതരണം ചെയ്തു. 18 വയസ്സ് പൂർത്തിയാക്കിയവരും 6 മാസത്തെ വർക്കിംഗ് വിസ, പാസ്പോർട്ട് മുതലായവ ഉള്ളവർക്ക് നോർക്ക റൂട്ട്സ് പ്രവാസി തിരിച്ചറിയൽ കാർഡിന് അപേക്ഷിക്കാം. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനായി അപേക്ഷിച്ചവർക്കും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവർക്കും നോർക്ക വിദ്യാർത്ഥി തിരിച്ചറിയൽ കാർഡിന് അപേക്ഷിക്കാം. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല. 315 രൂപയാണ് ഫീസ്. ഇനി എന്തൊക്കെയാണ് യോഗ്യതകളെന്ന് നോക്കാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. നിങ്ങൾ കുറഞ്ഞത് 6 മാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ടും വിസയും ഉള്ളവരോ വിദേശത്ത് താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ പ്രവാസി ആയിരിക്കണം. ആവശ്യമായ രേഖകൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ആവശ്യമായ എല്ലാ രേഖകളും സ്കാൻ ചെയ്ത് JPG ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പാസ്പോർട്ടിന്റെ മുൻ പേജിന്റെയും വിലാസ പേജിന്റെയും പകർപ്പുകൾ, വിസ പേജ്, ഇക്കാമ, വർക്ക് പെർമിറ്റ്, റെസിഡൻസ് പെർമിറ്റ് എന്നിവയുടെ പകർപ്പ്, അപേക്ഷകന്റെ ഫോട്ടോയും ഒപ്പും. രജിസ്ട്രേഷൻ ഫീസ് 315 രൂപ. പ്രവാസി ID കാർഡ് പുതുക്കൽ. കാലഹരണപ്പെടുന്ന തീയതിക്ക് 3 മാസം മുമ്പ് നിങ്ങൾക്ക് പുതുക്കലിനായി അപേക്ഷിക്കാം. നിശ്ചിത രേഖകളുടെ പകർപ്പുകളും പുതുക്കൽ ഫീസും സമർപ്പിക്കണം. പ്രവാസി കാർഡിന് ഓൺലൈനായി ഇനി എങ്ങനെ അപേക്ഷിക്കാം? നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ കൊടുക്കുക. പ്രവാസി ID കാർഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രയോഗിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക.